അവളെ പീഡിപ്പിക്കുന്നു. വനിതാ ദിനം. അച്ഛമ്മ കണ്ണെഴുതിയിട്ടുണ്ടല്ലേ? ആ എടാ, അത് അച്ഛമ്മ ഇമ വെട്ടാനോട്ട മത്സരത്തിന് പങ്കെടുക്കുന്നോണ്ടാ. നീ എന്താ പൂതനാമോഷം കളിക്കാൻ വന്നു? ഏതായാലും വനിതാ ദിനത്തിൽ അച്ഛമ്മ തന്നെയായിരിക്കും ഹീറോയിൻ. ആണുങ്ങൾക്ക് കുത്തകയായിരുന്ന ഈ മേഖലയിൽ ഒരു വനിത മുന്നിട്ടിറങ്ങി ഈ വനിതാ ദിനം ധന്യമാക്കുകയാണ്. അയ്യോ, അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് പോകുന്നില്ല. അയ്യോ, ഒന്ന് ഓടുവാ. ഞാനേ പുരുഷനാ, സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. അയ്യോ, ദുഷ്ടപാവി, ഇവിടെ നിന്ന് ഉറങ്ങായിരുന്നല്ലേ? അർജുനേട്ടാ, എന്നെ താഴെ ഇറക്കി. അർജുനേട്ടാ, എത്ര നേരമായി എന്റെ മേലെ കയറിയിരിക്കുന്നത്? ഞാൻ നിസ്സഹായനാണ് മോനോലി, നീ ഒന്നുകൂടെ ട്രൈ ചെയ്യ്. ആ കുന്തത്തിന്റെ ആ ഗിയർ ലെവർ ഒന്ന് താഴ്ത്തി നോക്ക്. എന്റെ വാ ചൊറഞ്ഞു വരുന്നുണ്ട്. ഞാനിവിടെ ത്രിശങ്ക സ്വർഗത്തിൽ ഇരിക്കുക. അതിനാണ് തമാശ. തേങ്ങയ്ക്കും അർജുനും നടുവിലെന്ന് പറ മോനോലി. ഒരു തേങ്ങ പറിച്ച് മണ്ടയ്ക്ക് ഇറങ്ങാണ്ടല്ലോ. എനിക്ക് കേറാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ കേറിയാനെ. പിന്നെ ഞാനെന്തോ ചെയ്യാനാ? പോലീസും ഫയർഫോഴ്സും ഒന്നും വരുന്ന ലക്ഷണവും ഇല്ല. അയ്യോ, എനിക്ക് വയ്യ അർജുനേട്ടാ. ഞാൻ മിക്കവാറും ഇതിന്റെ മോളിൽ ഇരുന്ന് എന്നങ്ങ് ചാവും. ഈശ്വര, നാട്ടുകാരും കാണുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു ഇതിനെ വിളിച്ചോണ്ടോ അർജുനേട്ടാ? നീ ഏതെങ്കിലും അയൽക്കാരെ സഹായിച്ചിട്ടുണ്ടോ? എന്തിന്? അയൽ വീട്ടിലെ കിണറ്റി പൂച്ച വീണപ്പോഴേ നീ ഒന്ന് പായസം വെച്ച് ആഘോഷിച്ചില്ലേ? അയ്യടാ, പൂച്ചയെ പോലാണോ ഞാൻ? പൂച്ചയായിരുന്നെങ്കിൽ ഇതിന്റെ മിളനീൻ എപ്പോഴും താഴെ ചാടിയെന്നെ. അർജുനേട്ടാ, വെറുതെ അല്ല ദൈവം നിന്നെ പാതി വഴിക്ക് നിർത്തിയത്. എനിക്ക് വിശക്കുന്നേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അയ്യോ അർജുനേട്ടാ, പോവല്ലേ. എനിക്ക് വിശക്കുന്നുണ്ട്. എന്നെ താഴെ ഇറക്കി അർജുനേട്ടാ. എങ്ങനെയെങ്കിലും എന്നെ താഴെ ഇറക്കി അർജുനേട്ടാ. സമുദ്ര തിരക്കായിരുന്നില്ലേ? കയ്യടിയുടെ ബഹളമല്ലായിരുന്നു? അയ്യോ, ഞാൻ വിചാരിച്ചില്ല ഇത്ര. അയ്യോ, നീ ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നോ? ഇറങ്ങിയാ ഇതിന്റെ മണ്ടയ്ക്ക് ഞാൻ അള്ളി പിടിച്ചിരിക്കോ? അയ്യോ പാവം. ആ പ്രസംഗത്തിനും ഇമ വെട്ടാനോട്ട മത്സരത്തിനും അച്ഛമ്മയ്ക്കാ ഫസ്റ്റ്. അത് ഞാൻ വരാത്തോണ്ടാ. പൊടി അഹങ്കാരി, നീയും കൂടെ വരണമായിരുന്നു എന്റെ പ്രകടനം കാണാൻ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ അടുത്ത കാലത്തൊന്നും നിനക്കത് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങോട്ട് ഇറങ്ങി വന്നോണ്ടല്ലോ. അതിന് നിനക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. നീ അധികം സംസാരിച്ചാലുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വന്ന് ഈ തെങ്ങ് പിടിച്ച് കുലുക്കി നിന്നെ താഴെ ഇടും. കാണണോ നിനക്ക്? പിടിയടി. ആഹാ, എന്നാ അതൊന്നറിയാവല്ലോ. കുലുങ്ങിയില്ലേ? അപ്പൊ എനിക്ക് വയ്യ. അച്ഛമ്മയ്ക്കാ ഫസ്റ്റ്. എടി, അതൊക്കെ പിന്നെ പറയാം. അമ്മയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ അർജുനേട്ടാ, എനിക്ക് വിശക്കുന്നുണ്ട്. ഒരാപ്പിളിങ്ങി എറിഞ്ഞ അർജുനേട്ടാ. മോനോലി, ഞാന് മേളോട്ട് ഇട്ടുതരാം. പിടിച്ചോണേ, പിടിച്ചോണേ. അയ്യോ, അതാ പോയി. അയ്യോ, പോയി. പിടിച്ചോണേ. ഒന്നൂടെ. അമ്മ, കിട്ടിയതായിരുന്നു അർജുനേട്ടാ. ആപ്പിളാന്നോ? അവക്ക് നെയ്ച്ചോറിഞ്ഞു കൊടുക്കടാ. ആപ്പിളിഞ്ഞുണ്ടോ? മണ്ടയ്ക്ക് നോക്കി നിൽക്കുന്നു. അറിയിങ്ങോട്ട്. നിനക്ക് അവിടെ വിശന്നിരിക്കാനടി വിധി. ആഹാ, എന്തൊരു മധുരമുള്ള ആപ്പിളാണ്. മുമ്പ് ഞാൻ ഇത്ര ഒരു ആപ്പിൾ കഴിച്ചിട്ടേ ഇല്ല. അയ്യോ അർജുനേട്ടാ, ഈ അമ്മയെ പിടിച്ച് വീടിനകത്ത് കൊണ്ടുവന്നുണ്ടോ? അയ്യോ, എന്റെ താഴെ ഇറക്കി അർജുനേട്ടാ. അയ്യോ, എനിക്ക് വേല ദൈവമേ. എന്റെ കയ്യും കാലൊക്കെ കഴിച്ചു തുടങ്ങി അർജുനേട്ടാ. മോഹനവല്ലി, നീ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക. ഞങ്ങള് പോയി നെയ്ച്ചോറും ചിക്കനും ഒക്കെ വെച്ച് കടിച്ചു വരാം കേട്ടോ. കണ്ണിച്ചോരയില്ലാത്ത മക്കളാ നിങ്ങളും. കൊരങ്ങച്ചി. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എടീ, അവിടെ ഇരുന്ന് നോക്കിയാലേ ശബരിമലയൊക്കെ കാണാവോ? ഇല്ല, എവറസ്റ്റ് കാണുന്നുണ്ട്. പോകണന്ന്. അയ്യോ, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ അർജുനേട്ടാ. എവിടെന്നെങ്കിലും ഒരു ഏണി സംഘടിപ്പിച്ചോണ്ട് വാച്ചല്ലേ. ഈ ഐഡിയ നീ നേരത്തെ പറഞ്ഞെന്താ? ഞാനേ മല്ലികയുടെ വീട്ടിൽ പോയി ഏണി എടുത്തുണ്ട്. മല്ലികയുടെ വീട്ടിലോ? എന്നാ പിന്നെ നിങ്ങൾ ഇന്നങ്ങും തിരിച്ചു വരത്തില്ല. വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക ഏണി. മല്ലികയുടെ വീട്ടിൽ നിന്ന് എടുക്കാൻ നിൽക്കുന്നു.
ഈശ്വരാ, വല്ല കാക്കയും പരുന്തും വന്ന് തലയ്ക്ക് കൊത്താതിരുന്നാ മതിയായിരുന്നു. കൊണ്ടാരോ നിനക്ക് ഞാനിവിടെ കാവലിരിക്കാൻ എനിക്ക് പേടി. അയ്യാനും ആവശ്യമില്ലാതെ ഓരോ വേല ഉണ്ടാക്കി വെച്ചു. വേണ്ട വരുന്നോ നിന്റെ പ്രസിഡന്റ്? ആ വാടി വാടി, നിന്നെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നേ. എന്നെ ഇതിന്റെ മണ്ട വലിച്ചു കയറ്റിട്ട് ലോകം ചുറ്റാൻ പോയിരിക്കുന്നു. എവിടെയാണ് ഈ മറ്റുള്ളവര്, ആ വനിതകള്? കലാപരിപാടിയെ കഴിഞ്ഞിട്ടേ അവരവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ പോയി. ആ അതാണ് ശരിയായിട്ടുള്ള വനിതകള്, മനസ്സിലായോ? എന്നാലും നീ എന്നോട് ഈ കൊലച്ചത് ചെയ്തല്ലോടി, ദ്രോഹി. എന്റെ മോഹനവല്ലി, തെങ്ങി കുടിയാൽ എന്താ കുഴപ്പം? ഇത് കണ്ടോ, സായന പത്രത്തിലെ മുൻ പേജിൽ ഫോട്ടോ സഹിതമാ ന്യൂസ്. ചുമ്മാ എന്നെ ഇതൊന്ന് നോക്കട്ടെ. നോക്ക്. കണ്ടോ ഇത് ഫോട്ടോ? അവള് വീഴുന്നല്ലയോ? ഇത് വീണ് കിടക്കുന്നല്ലയോ? അയ്യോ, അവിടെ കുടുങ്ങി കിടക്കുന്ന ഫോട്ടോ. അതെ അതാ ഞാനും ചോദിച്ചേ. ആ. കണ്ട കുടുങ്ങി കിടക്കുന്ന ഫോട്ടോ ഉണ്ട് ഇതിനകത്ത്. ഓർക്ക വായിക്കടി. വനിതാ ദിനത്തിൽ തെങ്ങിൽ കയറിയ വനിത തെങ്ങിൽ മണ്ടയിൽ കുരുങ്ങി. ആ. പുരുഷന്മാരെ വെല്ലുവിളിച്ച് തെങ്ങിൽ കയറിയ യുവതി തെങ്ങ് കയറ്റ യന്ത്രം തകരാറിലായതിനാൽ തെങ്ങിൽ തന്നെ ജീവിക്കുകയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, രക്ഷിക്കാൻ ആരുമില്ല. മാറ്റിച്ചു. കുടുംബത്തിന്റെ വില കളഞ്ഞില്ലയോ നീ? ഇനി എങ്ങനെയാടി പുറത്തിറങ്ങി നടക്കുക? അമ്മേ, ഞങ്ങൾ ടൗണിൽ പോയി സാധനം മേടിക്കാൻ പോവാ. വരുമ്പോ വല്ലതും കൊണ്ടുവരണോ? എടി എടി എടി, എന്നെങ്കിലും ഞാൻ ഇതിന്റെ മണ്ടയിൽ താഴെ ഇറങ്ങുമല്ലോ, അപ്പൊ ഇതിനുള്ള മറുപടി ഞാൻ തരാം. ഓ വെള്ളപ്പാറ്റേ, നല്ല പിള്ളേ. ആലോചിച്ച് ബേപ്പോട്ട് നോക്കി നിൽക്കാത്ത എന്തെങ്കിലും ഒരു വഴി ആലോചിക്കും അല്ലേ? നീ എല്ലാം കൂടെ എന്നെ ഈ പരുവത്തിലാക്കി ഇതിന്റെ മണ്ട കയറ്റി നിർത്തിയത്. ചേടാ, ഏണി എടുക്കാൻ പോയ നിന്റെ കെട്ടുവനെയും കാണുന്നില്ലല്ലോടി. വനിതാ ദിനത്തിൽ തെങ്ങിലിരുന്ന് ചരമമടഞ്ഞ വനിത, വാർത്ത പേപ്പറിൽ വരും. ഓ, എനിക്കിതൊന്നും കാണാൻ വയ്യ, ഞാനങ്ങ് പോവാ. എന്റെ ദൈവമേ, വലിയ നോക്കിക്കോ. മോനവല്ലി, ഏണി കിട്ടി. ആ ഏണി ഏണി, വാ വാ വാ, ഓടി വാ. ഹായ് അർജുനേട്ടൻ, മോഹനവല്ലി രക്ഷപ്പെട്ടു. അയ്യോ മല്ലിക, ഒരു കൈ സഹായിക്കും മല്ലിക. വാ അർജുനേട്ടാ. ഓ, ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല അർജുനേട്ടാ. ഇത് പൊക്കം കുറവല്ലേ, ഇറങ്ങാൻ പറ്റത്തില്ല. ഈശ്വരാ, ഇങ്ങനൊരു മന്ദബുദ്ധിയാണല്ലോ എനിക്ക് കെട്ടിയവനായിട്ട് കിട്ടിയത്. എവിടുന്ന് കിട്ടി ഈ ഏണി? മല്ലിക, ആ. ഞാനൊരു പുതിയ കവിത എഴുതിയിട്ടുണ്ട്. തട്ടിപ്പായിരിക്കും അന്നത്തെ പോലെ. തട്ടിപ്പോ, ഇത് അവാർഡ് കിട്ടുന്ന കവിതയാ. ഉവ്വ. ഞാനൊന്ന് ചൊല്ലട്ടെ. ഇപ്പോഴോ? ഹലോ, എന്താണ് പുറത്തോണ്ട് നിൽക്കുന്നേ? വേഗം താഴെ ഇറക്കാൻ നോക്ക്. മല്ലിക, ആ. എന്റെ പുതിയ കവിതയുടെ പേര് വെക്കണോ? എന്തോ? തേങ്ങാക്കൊല. ഞാനൊന്ന് പാടട്ടെ. ആ പാട്. ഇത് തേങ്ങാക്കൊലയുടെ നാട്, പെണ്ണെടുക്കും പണി പെണ്ണെടുക്കണം, ആണെടുക്കും പണി ആണെടുക്കണം, ആണഹങ്കാരമല്ല പെണ്ണഹങ്കാരം. അർജുനേട്ടാ നിർത്ത്. ഇത് സ്ത്രീ വിരുദ്ധ കവിതയാ, എനിക്ക് കേക്കണ്ട. മോഹനവല്ലി, ഞാൻ പോവാണേ. ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യൂടി. അർജുനേട്ടാ, അവളെ കണ്ടപ്പോ എന്റെ സ്ഥിതി മറന്നു അല്ലേ? ദുഷ്ട. ഓൾ ദ ബെസ്റ്റ്. പോയി. അർജുനേട്ടാ, മര്യാദക്ക് താഴെ ഇറക്കുന്നേ. കവിതയിൽ ഇതിന്റെ മണ്ണ ഞാൻ ആത്മഹത്യ ചെയ്യും കേട്ടോ. ഈശ്വര, എന്നാലും ഞാൻ ഇതിന്റെ മോളിൽ പെട്ടുപോയിട്ട് ഇവിടെ ആർക്കും ഒരു സങ്കടം ഇല്ലല്ലോ. എന്റെ ദൈവതുല്യനായ അർജുനേട്ടന് പോലും. അങ്ങനെ പറയരുത് കുട്ടി. നിന്റെ ഈ സ്ഥിതി നീ ക്ഷണിച്ചു വരുത്തിയാണെങ്കിലും എനിക്ക് സങ്കടമുണ്ട്. അല്ല, ഞാൻ എന്ത് പറയാൻ? മാനസമൈനേ വരൂ, മധുരം നുള്ളി തരൂ, എന്നാരുമപ്പൂവാടിയിൽ നീ തേടുവ താരെ ആരെ ആരെ, മാനസമൈനേ വരൂ. ടും ടും ടും. എൻ്റെ പൊന്നു മോളെ, വന്നതൊക്കെ വന്നു. നീ അങ്ങ് സഹിക്ക്. ഞങ്ങൾ എന്തുമാത്രം വേദന തിന്നെന്നറിയാവോ? നീ ഇന്ന് നേരം വെളുത്തപ്പം തൊട്ടൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ മക്കളിതൊന്നും കഴിക്കും.
എനിക്ക് വയ്യമ്മേ, എനിക്ക് കൈയും കാലം നനക്കാൻ വയ്യ. എങ്ങനെ ഞാൻ എൻ്റെ മേളിൽ നിന്ന് ഇറങ്ങി? എനിക്കായിരുന്നെ ഒരു ബോധവും ഇല്ലായിരുന്നു. അയ്യോ ഫയർഫോഴ്സുകാർ വന്നാ മോനെ വലിയ താഴെ ഇറക്കിയത്. അയ്യോ, അതിനിടയിൽ അവരും വന്നോ? അവരുടെ ടയർ എങ്ങാണ്ട് പഞ്ചറായി കിടക്കുമോ? അവര് ശരിയാക്കി രണ്ടാമത് വന്നു. ഓ, അത് ശരി. എനിക്ക് വയ്യ, എന്തുമാത്രം ചെയ്തെന്നു ഞങ്ങളിവിടെ. എനിക്ക് വയ്യ. ഞാൻ എൻ്റെ മോൻ അർജുനെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി 101 പ്രാവശ്യം ശയന പ്രദക്ഷിണം ചെയ്യിപ്പിക്കാന്ന് വരെ പറഞ്ഞു. അമ്മ നേർന്നിരിക്കുക മോളെ. അമ്മേ, അത് തന്നെയാണോ നേർന്നേ? എന്താ മോളെ? ഞാനും അത് തന്നെ നേർന്നേ. അർജുനേട്ടനെ കൊണ്ട് 101 പ്രാവശ്യം ശയന പ്രദക്ഷിണം നടത്തിക്കാവേ ഭഗവാനെ, എന്ന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ 202 പ്രാവശ്യം എന്റെ മക്കൾ അങ്ങനെയെങ്കിലും ഒരു പുണ്യം കിട്ടട്ടെ. പ്രാവശ്യം എന്റെ കുഞ്ഞിനെ ആദ്യം ഉരുളണം. എനിക്ക് വയ്യ എന്റെ ദൈവമേ. അയ്യോ അമ്മേ, മോഹനവല്ലി 202 പ്രാവശ്യം. മോഹനവല്ലി ചോറുണ്ട് മോഹനവല്ലി. കൈ കഴുകുന്നില്ലയോ മോഹനവല്ലി? അതൊക്കെ ഉണ്ടായതിനു ശേഷം മതി. അവക്ക് നല്ല ആക്രാന്തം കാണും. മക്കളെ എന്നാ തേങ്ങാ ചമ്മന്തി വേണ്ടമേ, എനിക്ക് തേങ്ങ എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഒരുമാതിരി വെറുപ്പാ. എനിക്ക് തെങ്ങും വേണ്ട, തേങ്ങയും വേണ്ട. തേങ്ങ അരച്ച ഒരു കറികളും വേണ്ട. അപ്പൊ സാമ്പാറിനകത്ത് തേങ്ങ അരച്ചിട്ടില്ല. ഇല്ല. ഇതൊഴിക്കട്ടെ? ഇച്ചിരി ഒഴിക്ക്. നല്ലോണം കഴിക്കണം. വേഗം വേഗം ഉരുട്ടി കഴിക്ക. കാലത്ത് തൊട്ടേ ഒന്നും കഴിക്കാതിരിക്കുമല്ലോ. എന്തൊരാക്കളാന്ന് എന്റെ കുഞ്ഞിനെ. പതുക്കെ തിന്നെ മമ്മി, ശ്വാസം മുട്ടി ചാവും. എന്തോ ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ, മീൻ വറുത്തത്. മക്കളെ ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്താ? തേങ്ങ വെളിച്ചെണ്ണയാണ്, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, തേങ്ങ ഊറ്റിയെടുക്കുന്ന സാധനമാണ്. അതെ അതെ, വെളിച്ചെണ്ണ. അത് പക്ഷെ തെങ്ങിലെ തന്നെയാണ്, അതുകൊണ്ടാണ്. നേരിട്ടല്ലല്ലോ. ഇതുപോലെ ചമ്മന്തി നെന്മാരി ഒരെണ്ണം കഴിക്കാം. ഒരെണ്ണം കൂടെ വെക്കട്ടെ? നന്നായിട്ടുണ്ടോ? കൊള്ളാവോ? വേഗം വേഗം മാറി കഴിക്കും. നിനക്ക് ഉണ്ണാറായോടാ? ഇപ്പൊ തരാം. ചോറിച്ചിടണോ? നെറുകെ കേറും. വെള്ളം ഇതിനകത്തുണ്ടോ? വെള്ളം ഗ്ലാസ് ഇടറാ. മറക്കോന്താ അവനാ. നീ ചമ്മന്തി എന്തിനാ മോളെ കരയുന്നേ? ഇനി ചോറ് വേണമായിരുന്നോ? എന്തമ്മ? എനിക്ക് ഭക്ഷണം മതി. കരയട്ടെ, ഞങ്ങളല്ലയോ മോഹനവല്ലി? ഒറ്റ കറി പോലും ഇനി ബാക്കിയില്ല. മമ്മി വരുന്നതിന് മുമ്പ് കഴിച്ചു തീർത്താൽ മതിയായിരുന്നു. മമ്മി തെങ്ങിൽ നിന്നിറങ്ങിയ സന്തോഷം പോയി. പോടാ, പോവും. നിന്റെയൊക്കെ തനി സ്വഭാവേ ഞാൻ ഭൂമിയിൽ ഇല്ലായിരുന്ന സമയത്ത് മനസ്സിലാക്കിയതാ. നിങ്ങളൊക്കെ പറഞ്ഞ ഓരോ വാക്കും എന്റെ മനസ്സിലുണ്ടാ, ഓരോ വാക്കും. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്യുമ്പോ മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ വേണമെങ്കിൽ. മക്കളെ, അമ്മ രണ്ടാമത് അരി വെച്ചോണ്ട് വരും. എന്താണ്ടേ ചമ്മന്തി ഉണ്ട്, ചമ്മന്തിയും കൂടെ കഴിക്കാൻ നമുക്ക്. ചോറ് വെച്ചോണ്ട് വരട്ടെ? അതെ, നാളെ രാവിലെ നമുക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോണം. നേരത്തെ എഴുതേക്കണം കേട്ടോ. ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ. നീ പോ. ഒരു വനിതാ ദിനത്തിൽ ഇതിൽ പറ എന്ത് സമ്മാനമാ ഒരു പുരുഷന് കിട്ടാനുള്ളത്? അർജുൻ എന്തിയേ? പിള്ളാരെ, മോഹനവല്ലി ഒന്ന് വേഗം ഇറങ്ങി വാ. അമ്പലത്തിൽ ശയന പ്രദർശനത്തിന് പോവാന്ന് പറഞ്ഞു. നേരെ മൈ ചെന്നിട്ട് എന്തോത്തിനാ? ഒന്ന് വേഗം വന്നേ പിള്ളാരെ, ഒന്ന് വാ. മോദി എന്റെ പെണ്ണേ, നന്നായി ഇറങ്ങി ചെന്നില്ലെങ്കിലേ ദൈവം കോപിച്ചാലോ. ഞാൻ പിന്നെ ഒരു ഇത്രയൊക്കെ മതി. പിള്ളേരെന്തിയേ? വാ 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 വാ. എന്തേനി ആ അർജുനൻ? അച്ഛമ്മയെ ഡാഡിയെ കാണുന്നില്ല. ഒന്നുമില്ല. എന്റെ ദൈവമേ, എവിടെ പോയവൻ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെയെങ്കിലും ഇല്ല. ഉണ്ടടി, അകത്തെങ്ങനെ റൂമിൽ നോക്കി അവിടെ ഇല്ല. വണ്ടിക്കകത്ത് കയറി ഇരിക്കുന്നുണ്ടോ? ഇല്ല. എന്തിയാ അർജുനേട്ടാ, ദേ അങ്ങോട്ട് നോക്കി, ദായിരിക്കുന്നു. മാവിന്റെ മണ്ട കയറി ഇരിക്കുന്ന എന്തിനാ? ഡാഡി, അർജുനേട്ടാ എന്താ ചെയ്യാ? എടാ അർജുനാ, നിക്ക്. അർജുനേട്ടാ, അയ്യോ, എന്ത് പാടാ ഇത്? കുരങ്ങ് കയറി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടല്ലോ.
ഒരു വാലൂടെ വെച്ചാ മതി. എന്തിനാണ് നീ ഇപ്പൊ ഇനി മണ്ട ചാടി കയറിയത്? അച്ഛമ്മ അത് അടവാ. ശയനപ്രതിഷ്ഠ നടത്താതിരിക്കാനുള്ള അടവ്. അയ്യോ അല്ല, മാങ്ങ പറിക്കാൻ കയറിയതാ. എന്റെ കൈ ചാവിയായിരിക്കുന്ന ഒരൊറ്റ ഏറ് ചെന്നാലുണ്ടല്ലോ. അവിടെ എനിക്ക് ഉരുളാൻ വയ്യ. എന്റെ ദേവി, ഇവൻ ഇറങ്ങി വന്നാ 101 പ്രാവശ്യം കൂടെ ഞാൻ നേരരുത്. എന്റെ ഡാഡി വേഗം താഴെ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ശയന പ്രദക്ഷിണം ചെയ്യാൻ സമയം കാണും. കാണത്തുള്ളൂ. വേഗം ഇറങ്ങി പോയി മുണ്ടെടുത്തോണ്ട് വാ. എനിക്ക് മുറി കൂട്ടണം. ദൈവകോപം വരുത്തി വെക്കരുത്, ഇറങ്ങാനാ. വേണ്ട, അവിടെ സമയത്തിന് ചെന്ന് ശയന പ്രദർശനം ചെയ്തില്ലെങ്കിൽ വെയില് മുഴുവൻ കൊണ്ട് നിന്റെ ശരീരത്തിലെ തൊലി പോകും. വാ. എനിക്ക് വേണം കണ്ണനെ കൊണ്ട് ജയിക്കും. അവൻ എന്റെ പുത്രനല്ലയോ, വീരപുത്രൻ. അയ്യടാ, ആ വേലങ്ങ് മനസ്സിലിരിക്കട്ടെ. അത് തന്നെ. കണ്ണന് വരെ നീ ഉണ്ടാ മതിയാടാ. ഇറങ്ങി വാടാ. എന്റെ തൊലി പോവും. നിന്റെ തൊലി അങ്ങ് പോട്ടെ. എന്തെങ്കിലും എന്തോനും വെള്ളം അത് രജിസ്റ്ററാ, പോകത്തില്ല അങ്ങനെ ഇങ്ങനെ നിറയിക്കുന്നത്. ഇവിടെ ഇറങ്ങി വരും. ഇറങ്ങ, ഇറങ്ങ. ഇറങ്ങ. ആ, അങ്ങനെ. ആ, അങ്ങനെ നടക്ക്. ഇറങ്ങ. താഴെ, താഴെ, പതുക്കെ, പതുക്കെ, കൈ കാല് എന്നെ വിട്. വിടാൻ പറ്റത്തില്ല. എനിക്ക് ഉരുളണ്ട. ഉരുളണം. നമ്മള് നേരത്തെ മാറില്ല. ഉരുളേ പറ്റുള്ളൂ. എനിക്ക് ഉരുളാൻ പറ്റില്ല. എന്നെ വിടാൻ. അങ്ങനെ വിടരുത്. പ്രാന്തൻ, എന്തൊരു പ്രാന്തങ്ങളെ കളിക്കുന്ന നോക്കെ. എന്നെ വിട്. ഉടുപ്പൂരണം. വയ്യ. ശയന പ്രദർശനത്തിന് ഉടുപ്പൂരണം. എനിക്ക് വയ്യ. എനിക്ക് ഉരുളാൻ വയ്യ. പറ്റത്തില്ല. തൊലി പോവും. തൊലി വേണ്ട, വേണ്ട. എനിക്ക് വയ്യ. ഷർട്ടൂരണം. ഞാനൊന്ന് തൊഴട്ടെ. തൊഴു ദേവി. എന്റെ ഭഗവതി, ഒരു വനിതാ ദിനത്തിൽ ഞാൻ രക്തസാക്ഷിയാകാൻ പോവാന്ന്. കാണുന്നില്ലേ ഈ പീഡനം? എന്റെ പൊന്നുമോനെ, നീ അങ്ങനൊന്നും പറയരുത്. എല്ലാം നല്ലതിനാണെന്ന് അങ്ങ് വിചാരിച്ചാ മതി മക്കളെ. എല്ലാം നല്ലതിനാ. മയാമതേനെ കൊണ്ടിട്ട് കുറെ നാളായല്ലോ. എനിക്ക് വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാറില്ല. അതെ, ഇപ്പൊ എന്റെ മോനുണ്ട് ശയന പ്രദർശനം ഉണ്ട്, അതിന് വേണ്ടി വന്നതാണ്. ഈ കുട്ടിയല്ലേ തെങ്ങിൽ കുടുങ്ങിയത്? ആ. പത്രത്തിൽ കണ്ടായിരുന്നു. ഇതൊരു തൊഴിലാക്കി കൂടെ? മോനെ, നീ ഒന്നും പറയണ്ട. അതെ അതെ, ഞാൻ എന്ത് തൊഴിൽ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് തീരുമാനിക്കും കേട്ടോ. നടയെ വെച്ചിട്ടാണോ? പിന്നെ അത് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സാരമില്ല, അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതാ. ചെന്നാട്ടെ. അല്ല പിന്നെ വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ഭാര്യ ഇൻസൾട്ട് ചെയ്ത് അമ്പലത്തിന്റെ മുമ്പിൽ ഉരുളാൻ വയ്യ. എനിക്ക് എന്റെ ഭാര്യയുടെ അഭിമാനമാ വലുത്. താങ്ക് യു അർജുനേട്ടാ, താങ്ക് യു. നമുക്ക് ഉരുളണ്ട. അന്ന് നമുക്ക് വീട്ടിൽ പോകാം. ഞാനേ അപ്പുറത്തെ ക്ഷേത്രത്തിന്റെ നടുപ്പ് ഉരുളാന്നാ പറഞ്ഞേ. അപ്പുറത്തെ അമ്പലത്തിൽ എങ്ങനെ ഉരുളാൻ പറ്റും? ഇവിടെ അല്ലേ നമ്മൾ നേർച്ച നടന്നു. അപ്പൊ ഇവിടെ വേണ്ടി ഉരുളാനായി. എല്ലാ സ്ഥലത്തും ഇരിക്കുന്ന ഒരു ദൈവം അല്ലല്ല, കുടുംബക്ഷേത്രം ഇവിടെ തന്നെ ഉരുളണം. എന്നെ അപമാനിച്ച ഈ ക്ഷേത്രത്തിൽ അർജുനേട്ടൻ നിന്നെ അപമാനിച്ചു. നീ ആരാ? രാജകുമാരിയോ? ഒന്നും അല്ലല്ലോ. രാജകുമാരി, ഇവിടെ തന്നെ ആരാണെന്ന് ഉരുളണം. അമ്മ നോക്കട്ടെ, ഇവിടെ കാര്യം. തന്നെ ഏത് കാര്യത്തിന് വന്നാലും വഴക്കേ, അടുത്ത് ബുദ്ധിയല്ല. അയ്യോ. എടാ, അവിടെ നിൽക്കാൻ. അർജുനേട്ടൻ നിൽക്കാൻ.